ഡൽഹിയിൽ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട ആ ഒരു ക്രമക്കേട് വിഷയത്തിൽ BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി കോക്രോച്ച് ജനതാ പാർട്ടിക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് കേരളത്തിലടക്കം ഒരു പ്രതിഷേധമൊക്കെ നടന്നിരുന്നു. അതിന്റെ പേരിൽ പോലീസ് കുറച്ച് കേസെടുക്കുകയുണ്ടായി. വേടനൊക്കെ കൊച്ചിയിൽ ഈ നീറ്റ് പരീക്ഷയിൽ കോക്രോച്ച് പാർട്ടിക്ക് ഒരു ഐക്യദാർഢ്യം അല്ലെങ്കിൽ പിന്തുണയൊക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ആളുകളൊക്കെ വിളിച്ചുകൂട്ടി, ജൻസികളൊക്കെ വിളിച്ചുകൂട്ടിക്കൊണ്ട് ഒരു സമരമൊക്കെ നടത്താനായിട്ട് പദ്ധതിയിട്ടിരുന്നു. അതിന്റെ പേരിലൊക്കെ പോലീസ് കേസെടുക്കുകയുണ്ടായി. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറയുന്നത് കേരളത്തിലെടുത്ത കേസുകളൊക്കെ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രി VD സതീശന് ഒരു കത്ത് നൽകിയിരിക്കുകയാണ്. അതായത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് ജന്തർ മന്ദർ വിദ്യാർത്ഥി സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ചാർജ് ചെയ്ത എല്ലാ കേസുകളും നിരുപാധികം പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ മുഖ്യമന്ത്രിക്ക് കത്ത് അയച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. വിദ്യാർത്ഥികളും യുവജനങ്ങളും സാംസ്കാരിക പ്രവർത്തകരും അടക്കമുള്ള പൊതുസമൂഹം കേന്ദ്ര സർക്കാരിനെതിരായ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ്. ഈ പ്രതിഷേധങ്ങളിൽ പങ്കെടുത്തതിന്റെ പേരിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി 5000-ഓളം പേർക്കെതിരെ കേരള പോലീസ് എടുത്തതായാണ് വിവരങ്ങൾ. അതായത് 5000-ഓളം പേർക്കെതിരെ കേരള പോലീസ് കേസ് എടുത്തതായാണ് വിവരങ്ങൾ പുറത്തു വരുന്നത്. അങ്ങനെ ചൂണ്ടിക്കാട്ടിയാണ് പിണറായി വിജയൻ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയത്. സമരം ഒത്തുതീർക്കുന്നതിന്റെ ഭാഗമായി എല്ലാ കേസുകളും പിൻവലിക്കുമെന്ന് കേന്ദ്ര സർക്കാർ സമ്മതിച്ചിട്ടും കേരളത്തിൽ അത്തരമൊരു തീരുമാനം UDF സർക്കാർ കൈക്കൊണ്ടിട്ടില്ലെന്നാണ് പ്രതിപക്ഷ നേതാവ് കത്തിൽ ചൂണ്ടിക്കാട്ടുന്നത്. രാഹുൽ ഗാന്ധിക്കൊപ്പം ദില്ലിയിലെ പ്രതിഷേധത്തിൽ അണിനിരുന്ന മുഖ്യമന്ത്രിയായിട്ടും കേരളത്തിലെ സർക്കാർ ഇത്തരത്തിൽ കേസെടുത്തത് ഔചിത്യപരമല്ല എന്നാണ് പിണറായി ചൂണ്ടിക്കാട്ടുന്നത്. കത്തിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ്. അതായത് നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിനെതിരെ രാജ്യവ്യാപകമായി വിദ്യാർത്ഥികളും യുവാക്കളും നടത്തിയ ഐതിഹാസികമായ പ്രക്ഷോഭം രാജ്യത്തിന്റെ പൊതു മനസാക്ഷിയുടെ ആകെ പിന്തുണ ആർജിച്ച ഒന്നായിരുന്നല്ലോ. കേരളവും ഒറ്റക്കെട്ടായാണ് ആ സമരത്തിന് പിന്തുണ നൽകുകയും അതിന്റെ ഭാഗമാവുകയും ചെയ്തത്. സമരം ഒത്തുതീർന്നപ്പോൾ മറ്റ് ആവശ്യങ്ങൾക്കൊപ്പം പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്കെതിരെ എടുത്ത കേസുകൾ പിൻവലിക്കാമെന്ന് കേന്ദ്ര സർക്കാർ സമ്മതിച്ചിരുന്നു. സമരത്തിന്റെ പേരിൽ മറ്റ് പീഡനങ്ങൾ ഉണ്ടാവില്ല എന്നും ഉറപ്പ് നൽകി. എന്നാൽ ആ വിദ്യാർത്ഥി മുന്നേറ്റത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കേരളത്തിൽ പ്രതിഷേധം നടത്തിയവർക്കെതിരെ പല ജില്ലകളിലും പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഈ കേസുകൾ പിൻവലിക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ്. സമാധാനപരമായി സമരത്തിൽ ഭാഗമായ വിദ്യാർത്ഥികൾക്കെതിരെയും യുവാക്കൾക്കെതിരെയും ഡൽഹിയിലെ സമാനമായ ഒരു സംസ്ഥാനത്ത് ജലപീരങ്കികളും ലാത്തി ചാർജും ഉണ്ടായി. അതിന്റെ തുടർച്ചയായാണ് കേസുകൾ രജിസ്റ്റർ ചെയ്തത്. അതായത് SFI പ്രവർത്തകർ, DYFI പ്രവർത്തകർക്കെതിരെ വലിയ രീതിയിൽ UDF സർക്കാരിന്റെ പോലീസ് കേസ് എടുത്തിട്ടുണ്ട്. അതൊക്കെ റദ്ദാക്കണമെന്നാണ് പിണറായി പറയുന്നത്. സർക്കാരിന്റെ നിലപാട് തികച്ചും ജനാധിപത്യ വിരുദ്ധമായി പോയി. ദില്ലിയിൽ അവസാന ഘട്ടത്തിൽ മുഖ്യമന്ത്രി ലോക്സഭാ പ്രതിപക്ഷ നേതാവിനൊപ്പം പ്രതിഷേധ സമരത്തിനോട് അവിടെ ഐക്യപ്പെട്ടെങ്കിലും അങ്ങ് നേതൃത്വം നൽകുന്ന കേരളത്തിലെ സർക്കാർ ദില്ലി സമരത്തിന് പിന്തുണ നൽകിക്കൊണ്ട് ഒത്തുചേർന്നവർക്കെതിരെ വ്യാപകമായി കേസെടുത്തത് ഔചിത്യപരമല്ല എന്ന് ചൂണ്ടിക്കാണിക്കുകയായിരുന്നു. സമാധാനപരമായി നടന്ന പ്രതിഷേധങ്ങളുടെയും സാംസ്കാരിക കൂട്ടായ്മകളുടെയും ഭാഗമായവർക്കെതിരെ പോലും കള്ളക്കേസുകൾ വന്നിരിക്കുന്നു എന്നത് അങ്ങേയറ്റം അപലപനീയമാണ്. എറണാകുളത്തെ പ്രതിഷേധവുമായി ഒത്തുകൂടിയ റാപ്പർ വേടനും സംഘത്തിനുമെതിരെ കേസെടുത്തതായും റിപ്പോർട്ടുണ്ട്. കേന്ദ്ര സർക്കാർ പോലും വിദ്യാർത്ഥികൾക്കെതിരായ കേസുകൾ പിൻവലിക്കാൻ തയ്യാറായ സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചവരെ പ്രതികളാക്കി കേരളത്തിലെടുത്ത കേസുകൾ തുടരുന്നത് ഉചിതമല്ല. വിദ്യാർത്ഥി സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചതിന്റെ പേരിൽ കേരള പോലീസ് ചുമത്തിയിട്ടുള്ള മുഴുവൻ കേസുകളും നിരുപാധികം പിൻവലിക്കാൻ തയ്യാറാകണമെന്നാണ് പിണറായി വിജയൻ മുഖ്യമന്ത്രി VD സതീശന് അയച്ച കത്തിൽ പറയുന്നത്.